പിതൃമോക്ഷ പുണ്യം തേടി ആയിരക്കണക്കിന് വിശ്വാസികൾ ബലിതർപ്പണം നടത്തി. മലയോരത്തെ വിവിധ ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് നടന്ന കർക്കിടക വാവു ബലിതർപ്പണ ചടങ്ങുകളിൽ വലിയ ജനപങ്കാളിത്തമാണുണ്ടായത്. പിതൃസ്മരണയുടെ പുണ്യം തേടിയാണ് ആയിരക്കണക്കിന് വിശ്വാസികൾ വിവിധ സ്ഥലങ്ങളിൽ കർക്കിടകത്തിലെ വാവു ബലി അർപ്പിച്ചത്. ദക്ഷിണായനത്തിലെ ആദ്യ അമാവാസി ദിനമായ കർക്കിടകത്തിലെ അമാവാസി ദിനത്തിലാണ് പിതൃമോക്ഷ പുണ്യത്തിനായുള്ള ബലിസമർപ്പണ ചടങ്ങുകൾ നടക്കുന്നത്. വിവിധ ക്ഷേത്രങ്ങളോടനുബന്ധിച്ചുള്ള സ്നാനഘട്ടങ്ങളിലാണ് ബലിതർപ്പണ ചടങ്ങുകൾ നടന്നത്. ആലുവ, മണപ്പുറം ഉൾപ്പെടെ സംസ്ഥാനത്തെ പ്രധാന ക്ഷേത്രങ്ങൾക്കു പുറമെ മലയോര മേഖലയിലെ വിവിധ ക്ഷേത്രങ്ങളിലും ആയിരങ്ങൾ പങ്കെടുത്ത ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു. ഒരു ദിവസം മുമ്പ് തന്നെ വ്രതമെടുത്താണ് വിശ്വാസികൾ പുലർച്ചെ നടക്കുന്ന ചടങ്ങുകൾക്കായി എത്തിയത്. കുളിച്ച് ഇറണണിഞ്ഞ് പവിത്രമായ മന്ത്രങ്ങൾ ചൊല്ലി പൂജാരിമാരുടെ കാർമ്മികത്വത്തിൽ മൺപറഞ്ഞുപോയ പിതൃക്കളെ മനസ്സിൽ സങ്കല്പിച്ച് ബലിയർപ്പിക്കുന്നതാണ് പ്രധാന ചടങ്ങ്. മലയോര മേഖലയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ബലിതർപ്പണത്തിനെത്തിയത് മുക്കം തൃക്കടമണ്ണ ശിവക്ഷേത്രത്തിലാണ്. പാണ്ഡ്യാടത്ത് പ്രേമാനന്ദന്റെ കാർമ്മികത്വത്തിൽ നൂറുകണക്കിന് ആളുകളാണ് ബലിതർപ്പണ ചടങ്ങുകളിൽ പങ്കാളികളായത്. വലത് കൈകൊണ്ട് അടച്ചു പിടിക്കുക, അട്ടകം പിടിക്കുക എന്നാണ് അതിന് പറയാ. ഞാൻ പറയുന്ന മന്ത്രമേറ്റ് ചൊല്ലുക. മമ ഉപാത്ത സമസ്ത ദുരിതക്ഷയദ്വാര ശ്രീ പരമേശ്വര പ്രീത്യർത്ഥം ശുഭേ ശോഭനേ മുഹൂർത്തെ അദ്യ ബ്രഹ്മണോ ദ്വിതീയ പരാർദ്ധേ ശ്വേതവരാഹ കൽപ്പേ വൈവത്സതമന്വന്തരേ അഷ്ടാംവിംശതി. ബലിതർപ്പണ ചടങ്ങുകൾക്കായി വിപുലമായ ഒരുക്കങ്ങളായിരുന്നു തൃക്കടമണ്ണ ശിവക്ഷേത്ര പരിസരത്ത് ഒരുക്കിയിരുന്നത്. പുലർച്ചെ 5 മണിയോടെ തന്നെ ചടങ്ങുകൾ ആരംഭിച്ചു. മുക്കം ഫയർഫോഴ്സ്, എൻ്റെ മുക്കം സന്നദ്ധ സേന, പോലീസ് സംവിധാനങ്ങൾ എന്നിവ സുരക്ഷയ്ക്കായി ഉണ്ടായിരുന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്രം ഭാരവാഹികളായ രാജേശൻ വെള്ളാരംകുന്നത്ത്, സെക്രട്ടറി വിജയൻ നടുത്തൊടുകയിൽ, ട്രഷറർ ശശിധരൻ ഊരാളിക്കുന്നത്ത്, പ്രകാശൻ, അജയ് ഘോഷ്, പ്രേംനാഥ്, ശ്രീധരൻ, മാതൃസമിതി അംഗങ്ങളായ ബിജുല, ഷിജി, നിഷിത തുടങ്ങിയവരും നേതൃത്വം നൽകി. CTV പ്രാദേശിക വാർത്ത, മുക്കം.